പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ, ഈ നല്ല സമയത്ത് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ കർത്താവ് എന്നെക്കൂടെ അനുവദിച്ച വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ശുദ്ധ മത്തായി ശ്ലീഹായുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിപ്രകാരമാണ്: സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിനുള്ള വിഷയമായിരിക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിനുള്ള വിഷയമായിരിക്കുന്നു. സ്വർഗരാജ്യം ബലപ്രയോഗത്തിലൂടെ നേടി എടുക്കേണ്ടതാണ് എന്ന് കർത്താവ് യേശു തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലുതായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യ പ്രവേശനമാണ് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്നത്. ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി സ്വർഗരാജ്യം പ്രാപിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹം. നമുക്കറിയാം, സെബെദെയി പുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു: കർത്താവേ, നീ രാജാവായി വരുമ്പോൾ എൻ്റെ പുത്രന്മാരെ ഒരാളെ ഇടത്തും ഒരാളെ നിൻ്റെ വലത്തും ഇരുത്തണമെന്ന്. അമ്മയും ആഗ്രഹിക്കുക, എൻ്റെ മക്കൾ സ്വർഗരാജ്യത്ത് ചെല്ലണം. ഈ ഭൗമലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം. യേശു തമ്പുരാൻ ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതേ വിഷയമാണ് പ്രസംഗിച്ചു തുടങ്ങിയത്: ദൈവരാജ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദൈവരാജ്യത്തിലെ പ്രവേശനത്തിന് വേണ്ടി ആകണം ഒരു വിശ്വാസിയുടെ ജീവിതവും പ്രവർത്തനവും എല്ലാം. ഒന്നാം സ്ഥാനം അതേ ലക്ഷ്യസ്ഥാനം വെച്ചുകൊണ്ടാകണം. പക്ഷെ പലരും ഈ കാലഘട്ടത്തിൽ അത് മറന്നുപോയി. സ്വർഗരാജ്യ പാതയിലാണ് താനെന്ന് മറന്നുപോയിട്ട് ഈ ലോകപരമായ നേട്ടങ്ങളുടെ പിന്നാലെ ഓടുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, യോഹന്നാൻ സ്നാപകൻ്റെ കാലം മുതൽ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് ഉള്ള വിഷയമാണ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ അത് പെട്ടെന്ന് എളുപ്പത്തിൽ അത് കരഗതമാക്കാം എന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ലോകത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പാപത്തിൻ്റെ വഴിയിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. കാരണം ലോകം ഇന്ന് പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഒത്തിരി പാപ സാഹചര്യങ്ങൾ കടക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പാപ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് പിന്നോക്കം വരുവാൻ മനസ്സുകൊണ്ടൊരുങ്ങിയിട്ട് ഒരു ബലപ്രയോഗത്തിന് നമ്മൾ തയ്യാറാകണം. ആരോടാണ് ബലപ്രയോഗം നടത്തേണ്ടത്? ആരെയാണ് ബലപ്രയോഗത്തിലൂടെ നമ്മൾ തോൽപ്പിക്കേണ്ടത്? പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കാം. ആ ബലപ്രയോഗം എന്ന് പറയുന്നത് എഫേസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. എന്ന് പറഞ്ഞാൽ ബലപ്രയോഗത്തിലൂടെ ജയം നേടേണ്ടത് നമ്മെ പാപത്തിലേക്ക് എത്തിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാനാണ്. അവനെയാണ് ജയിക്കേണ്ടത്. എന്നാൽ പ്രിയമുള്ളവരെ, ആ പിശാചിനെ ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ് എന്ന് വിചാരിക്കേണ്ട. എന്നാൽ ആ പിശാചിനെ ജയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ പിശാചിനെ ജയിക്കാൻ ഏതെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെന്ന് തോന്നിയാൽ അവനെ തോൽപ്പിക്കാൻ തക്കവണ്ണം ശക്തനായ കർത്താവിനെ കൂട്ടായിട്ട് ചേർത്ത് പിടിക്കുക. ആ കർത്താവിനെ ചേർത്ത് പിടിക്കുമ്പോൾ, ആ കർത്താവിൽ ബലപ്പെടുമ്പോൾ നമുക്ക് പിശാചിനെ തോൽപ്പിക്കാനുള്ള കൃപ ലഭിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 84-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ.
ബലൻ നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ് അവൻ ഭാഗ്യവാനാകുന്നത്? ഇങ്ങനെ ഉള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. ഇങ്ങനെ ഉള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിൽ ബലപ്പെടുവാൻ നമുക്ക് സാധിച്ചാൽ, കർത്താവിൽ നിന്ന് ബലം പ്രാപിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു സിയോനിലേക്കുള്ള യാത്ര അത് സുഖകരമായി തീരും. ഒരു സന്തോഷ അനുഭവത്തിലേക്കുള്ള യാത്ര അതൊരു സുഖകരമായി തീരും. ഈ ലോക ജീവിതത്തിലും കർത്താവിൽ ബലപ്പെട്ട് നിന്നാൽ, കർത്താവിൽ നിന്ന് ശക്തി ആർജിച്ച് നിന്നാൽ നമുക്ക് ഈ ലോക ജീവിതത്തിലും സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ പലർക്കും അത് മനസ്സിലായിട്ടില്ല. ഇന്ന് പലർക്കും ആ കാര്യം ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവിനെ ചേർത്ത് പിടിക്കാതെ തൻ്റെ ബലത്തിൽ, തൻ്റെ ശക്തിയിൽ, തൻ്റെ ഭാഗ്യത്തിൽ, തൻ്റെ ബുദ്ധിയിൽ, തൻ്റെ ധനത്തിലൊക്കെയും പ്രത്യാശ വെച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അത് വിചാരിക്കുന്ന പോലെ അത് നടക്കുന്നില്ല. പ്രിയമുള്ളവരെ, അച്ഛനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് ഉയരുവാനായിട്ട് കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമുക്കത് ലഭിക്കാതെ പോകുന്നതിന് ഒരു കാരണം ആ കർത്താവിൻ്റെ ആഗ്രഹത്തെ അത് വാങ്ങിയെടുക്കാൻ തക്കവണ്ണം അവൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുന്നില്ലെന്ന്. നമ്മൾ അവിടേക്ക് ചെല്ലുന്നില്ല. നമ്മൾ നമ്മിലേക്ക് തന്നെ വലിഞ്ഞ് ലോകത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് തൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് മറ്റുള്ള ബലവാന്മാരിൽ നിന്ന് ശക്തി കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുക. പ്രിയമുള്ളവരെ ഓർക്കുക, ഇവിടെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമേ, നിന്നിൽ നിന്ന് ബലം പ്രാപിക്കുന്നവൻ ആരോ അവൻ ഭാഗ്യവാനാണ്. അങ്ങനെയെങ്കിൽ സന്തോഷത്തിൻ്റെ തലത്തിലേക്ക്, സിയോനിലേക്കുള്ള അനുഭവത്തിലേക്ക്, സ്വർഗരാജ്യത്തുള്ള പ്രവേശത്തിലേക്ക് ഞങ്ങൾക്കത് അനുഗ്രഹമായി തീരുമല്ലോ. പ്രിയമുള്ളവരെ, എന്നാൽ ഓർത്തുകൊള്ളുക, കർത്താവിൽ നിന്ന് ബലം പ്രാപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കർത്താവിൽ നിന്ന് ബലം പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളും വിഷമതകളും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 20:7 ഇങ്ങനെ പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നുവെന്ന്. ഈ ലോകത്തിൻ്റെ രാജ അധികാരങ്ങളിൽ ചിലർ ആശ്രയിക്കുകയാണ്, ചില മേധാവിത്വങ്ങളിൽ ചിലർ ആശ്രയിക്കുകയാണ്, ചില സമ്പന്നതകളിൽ മനുഷ്യർ ആശ്രയിക്കുകയാണ്. അവർ കർത്താവിൻ്റെ ആ ഭാഗത്തേക്ക് പോലും ചെല്ലുന്നില്ല. കർത്താവാണ് എനിക്ക് രാജാധികാരം തന്നതെന്നോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനം തന്നതെന്നോ ഈ ധനം തന്നതെന്നോ ചിന്തിക്കാതെ, അവനൊരു സ്ഥാനവും കൊടുക്കാതെ തൻ്റെ കഴിവിൽ, തൻ്റെ കുടുംബത്തിൻ്റെ യശസ്സിൽ, എൻ്റെ പാരമ്പര്യത്തിൻ്റെ മഹിമയിലൊക്കെയും പ്രിയപ്പെട്ടവരെ പുഷ്ടിപ്പെട്ട് ബലപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി പേര് ഉണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ ഓർക്കുക, അത് അനുഗ്രഹമല്ല. കാരണം ദാനമായി കർത്താവ് തന്നതാണ് നമ്മിലുള്ള സകലവും. ജീവനും ജീവിതവും ആയുസ്സും ആരോഗ്യവും ഒക്കെ കർത്താവ് തന്നതാ. ഈ സമ്പൽ സമൃദ്ധി കർത്താവ് തന്നതാ. ഈ ബുദ്ധി കർത്താവ് തന്നതാ. പഠിക്കാൻ ഉള്ള കൃപ കർത്താവ് തന്നതാ. നല്ല കുടുംബത്തിൽ പിറക്കാൻ അവസരം കർത്താവ് തന്നതാ. അതിൽ ഇപ്പോൾ ഉള്ള മാതാപിതാക്കൾ അത് കർത്താവ് തന്നതാ. പ്രിയമുള്ളവരെ, കർത്താവ് തരാത്തതായി നമുക്ക് ഒന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവനിൽ നിന്ന് ബലം പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ചിലർ ലോകത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കും. നമ്മൾ ആദ്യം കണ്ടു, ചിലർ രഥങ്ങളിൽ, ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു, ചിലർ അவ்விധത്തിൽ ആശ്രയിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, അതിന് എന്താണ് ഉത്തരം കൊടുക്കേണ്ടി വരിക? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയും ഇരിക്കുമെന്ന്. ഈ ലോകത്തിന് ബലം പ്രാപിക്കുന്നവൻ, ഈ ലോകത്തിന് ശക്തിയാർജിക്കുന്നവൻ, അവൻ എന്നെന്നും നിലനിൽപ്പില്ലെന്ന് യെശയ്യാപ്രവാചകൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ലോകത്തിൻ്റെ കണ്ണിൽ ബലവാനാണെന്ന് തോന്നുന്നവർ ഒരു പക്ഷേ ദൈവസന്നിധിയിൽ ബലഹീനനായിരിക്കും. ലോകം ബലവാനെന്ന് വാഴ്ത്തുന്നവൻ ദൈവസന്നിധി, ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ ബലഹീനതയുടെ അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ കണ്ണിൽ ബലവാനായിട്ട് കാണുന്നവൻ ലോകത്തിൻ്റെ കണ്ണിൽ ബലഹീനനുമായിരിക്കും. അപ്പം ലോകം ബലഹീനനെന്നെണ്ണുന്നവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠനായി മാറപ്പെടും. ലോകം തള്ളിക്കളയുന്നവൻ, ലോകം ഉപദ്രവിക്കുന്നവൻ, ലോകം പരിത്യജിച്ച് കളയുന്നവൻ
കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠനായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ഈ ലോകത്തിൻ്റെ ബലമല്ല നമുക്ക് നല്ലത്. ലോകമൊന്ന് തള്ളിപ്പറഞ്ഞോട്ടെ, ലോകം നമ്മളെ മാറ്റി നിർത്തിക്കോട്ടെ, കർത്താവിൻ്റെ പാതയിലാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു കൊള്ളട്ടെ, അതൊന്നും സാരമില്ല. കാരണം കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. കാരണം കർത്താവിൻ്റെ കണ്ണിൽ ബലവാനാകുന്നവൻ ലോകത്തിൻ്റെ മുമ്പിൽ ബലഹീനനാണ്. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നത്, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നുവെന്ന്. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിടുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടു, ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയും ഇരിക്കും. ചണനാര് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതായ ഏതെങ്കിലും ചാക്ക് അല്ലെങ്കിൽ ചാക്കുന്നോലോട് ബന്ധപ്പെട്ടതൊക്കെയാണ്. വലിച്ചാലൊന്നും ഓടിയൊന്നും പൊട്ടത്തില്ല. അതിൽ നിന്നുകൊണ്ട് തന്നെ ഒത്തിരി സാധന സാമഗ്രികൾ ഉണ്ടാക്കുന്നു. പക്ഷേ അത് പെട്ടെന്നൊന്നും പൊട്ടുന്നില്ലെങ്കിലും ഒരു പക്ഷേ കാലക്രമേണ അല്ലെങ്കിൽ ശക്തമായിട്ടൊരു വലിയുടെ ആ ഫലത്തിൽ ഒരു പക്ഷേ അതും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പൊട്ടത്തില്ലെന്ന് പക്ഷേ ചണനാര് വിചാരിച്ചേക്കാം, പക്ഷെ ശക്തനായവൻ വന്ന് വലിച്ചു കഴിഞ്ഞാൽ അതും പൊട്ടിപ്പോയേക്കാം. അതുകൊണ്ട് ബലവാൻ ചണനാര് പോലെ എന്ന് പറയുമ്പോൾ അതും പൊട്ടിപ്പോകാൻ, വീണു പോകാൻ, തകർന്നടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാലഘട്ടം നോക്കുമ്പോൾ അറിയാം, ഒരു കാലത്ത് ദേശത്ത് സമ്പത്തിൽ ബലപ്പെട്ടവർ കാലങ്ങൾ നീങ്ങി ഒന്നുമില്ലാതായി മാറിയവർ അനേകരുണ്ട്. ആ കാലഘട്ടത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ജീവിച്ചവർ, തൻ്റെ ബലത്തിൽ അഹങ്കരിച്ചവർ, തൻ്റെ പണത്തിൽ അഹങ്കരിച്ചവർ, അതുമൂലം ഒത്തിരി പേരെ ഉപദ്രവിച്ചവർ, ഒത്തിരി പേരുടെ കണ്ണുനീര് വീഴ്ത്തിയവർ ഒക്കെയും കാലം കടക്കുമ്പോൾ നമുക്കറിയാം അത് വീണു പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു, ബലവാൻ ചണനാര് പോലെ ഇരിക്കും. മാത്രമല്ല, ലോകത്തിലെ ബലവാൻ അവൻ്റെ വാക്കിലൂടെ, അവൻ്റെ പ്രവർത്തികളോടെ അവൻ തീപ്പൊരി ചിതറിക്കും. തീയെന്ന് പറയുന്നത് അഗ്നിയാണ്, തീയെന്ന് പറയുന്നത് കത്തിക്കുന്നതാണ്, തീയെന്ന് പറയുന്നത് നശിപ്പിക്കുന്നത് കൂടെയാണ്. അതുകൊണ്ട് ദൈവാശ്രയ ബോധമില്ലാതെ, ദൈവിക ചിന്തയില്ലാതെ, ദൈവത്തിന് താഴ്ന്ന് നിൽക്കാതെ നിൽക്കുന്ന ബലവാനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീക്കണം ഒരുപക്ഷെ താനായിരിക്കുന്ന ചുറ്റുപാടുകളെ നശിപ്പിച്ചു കളയും, താനായിരിക്കുന്ന സാഹചര്യങ്ങളെ നശിപ്പിച്ചു കളയും, തന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരെ കത്തിച്ചു കളയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ആ ബലവാനുള്ള ശരണം എന്ന് പറയുന്നത് നന്മയല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ബലത്തിലല്ല, കർത്താവിൻ്റെ ഭുജബലത്തിൽ കീഴിൽ ആശ്രയിപ്പാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 23 അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തി. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9:23 പറയുന്നു, ചില ബോധ്യങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുക. എവിടെ എന്ത് പറയുന്നു? ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിലും ബലവാൻ തൻ്റെ ബലത്തിലും ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. എന്താ പറയുന്നത്? ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ. ചില മനുഷ്യരെ കുറിച്ച് നമുക്കറിയാം, ഭയങ്കര ബുദ്ധിമാനാണ്, അല്ലെങ്കിൽ താൻ തന്നെ കുറിച്ച് പറയും, എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധി സാമർഥ്യമാണ്, എൻ്റെ പഠനത്തിൻ്റെ കഴിവാണ് ഞാൻ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചത് എന്ന് പറയുമ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ, ആ ജ്ഞാനം തന്നത് നാം ആരും സ്വയം ഉണ്ടാക്കിയതല്ല, നമ്മൾ തന്നെ വന്നു കയറിയതൊന്നുമല്ല, പണം കൊടുത്ത് വാങ്ങിയതല്ല, പിന്നെയോ നമ്മെ ആക്കി വെച്ച ഒടയ തമ്പുരാൻ ദൈവമായ കർത്താവ് തന്നതാണ് ജ്ഞാനം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുമ്പോൾ, ജ്ഞാനം കടന്നു വരുന്ന വഴി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിലൂടെ, അല്ലെങ്കിൽ ദൈവം ദാനമായി തന്നതിലൂടെയാണ്. ആ ദാനം തന്ന ജ്ഞാനമാണ് എൻ്റെ ഉന്നതിക്ക് കാരണമെന്ന് ചിന്തിക്കാതെ, എൻ്റെ മിടുക്കാണെന്ന് ആരെന്നെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ചില ക്രമീകരണങ്ങൾ പുറത്ത് കാണാൻ പറ്റും. താൻ ജ്ഞാനിയല്ലാതെ വരുന്ന അവസ്ഥയിൽ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമുള്ളവരെ തെരഞ്ഞെടുത്തുവെന്ന് ഇവിടെ പറയുന്നത് 1 കൊരിന്ത്യർ 1:27 പറയുന്നു, ജ്ഞാനികളെന്ന് അഹങ്കരിക്കുന്നവരെ ലജ്ജിപ്പിക്കുവാനായിട്ട് ദൈവം ലോകത്തിൽ ഭോഷമായത് തെരഞ്ഞെടുത്തു. ഒരു ഭോഷനും ആഗ്രഹിച്ചിട്ടല്ല ആ ഭോഷത്വ അനുഭവം അവൻ്റെ ജീവിതത്തിൽ വന്നത്. നമ്മൾ മാനസിക രോഗികളെന്ന് പറഞ്ഞ് ആശുപത്രികൾ കാണുന്ന ആളുകൾ ആഗ്രഹിച്ചിട്ടല്ല അവരുടെ ജീവിതത്തിൻ്റെ സമനില തെറ്റിപ്പോയത്. ഒരുവൻ ജ്ഞാനം കൊണ്ട് നിറഞ്ഞുവെന്ന് അവൻ അഹങ്കാരത്തോടെ പറയുമ്പോൾ അതും അവൻ ചോദിച്ചിട്ട് കർത്താവ് കൊടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ പറയുന്നു, 1:27 പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തുവെന്ന്. ഏതെങ്കിലും ബലവാൻ ചിന്തിച്ചുകൊള്ളുക, ഒരു ബലഹീനനെ കാണുമ്പോൾ ദൈവമേ അപ്രകാരം
നീ എന്നെ ആക്കാത്തതിനാൽ സ്തുതി. ഒരു മാനസിക അസ്വസ്ഥമുള്ള ഒരാളെ കാണുമ്പോൾ ദൈവമേ അവിധത്തിലേക്ക് നീ എന്നെ ആക്കാതെ ഇவ்விധത്തിലേക്ക് എന്നെ ക്രമീകരിച്ച കൃപയ്ക്കായി സ്തോത്രം എന്ന് പറയുവാനാണ് പ്രിയമുള്ളവരെ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ കൊച്ചായിട്ട് കാണുവാനോ ചെറുതായിട്ട് കാണുവാനോ തള്ളിക്കളയുവാനോ അല്ല. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ജ്ഞാനിയായവനെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയായിട്ടാണ് ഭോഷത്വമായത് മുമ്പിൽ നിർത്തി തന്നിരിക്കുന്നത്. ബലവാനായവനെ ലജ്ജിപ്പിക്കുവാനായിട്ടാണ് ബലഹീനരെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ധനവാനായവനെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ലാത്തവരായി കൈ നീട്ടേണ്ടി വരുന്നവരെ ഒരുപക്ഷെ നിർത്തിയിരിക്കുന്നത്. നിൻ്റെ ധനത്തിൽ നീ അഹങ്കരിക്കേണ്ട, നിൻ്റെ ബലത്തിൽ നീ അഹങ്കരിക്കേണ്ട, നിൻ്റെ ജ്ഞാനത്തിൽ നീ അഹങ്കരിക്കേണ്ട, നിൻ്റെ വിദ്യാഭ്യാസം നീ അഹങ്കരിക്കേണ്ട. കാരണം ഇതെൻ്റെ കർത്താവ് ദാനമായി തന്നതാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചു കൊള്ളണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ സങ്കീർത്തനക്കാരൻ 147:10 പറയുന്നു, അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല. കുതിരയുടെ ബലത്തിൽ, ഈ ലോകത്തിൻ്റെ ബലത്തിൽ അവൻ ഇഷ്ടം തോന്നണില്ല. പുരുഷൻ്റെ ഊരുക്കളിൽ അവന് പ്രസാദിക്കുന്നതുമില്ല. എന്നുവെച്ചാൽ പുരുഷൻ്റെ ശക്തി, ഈ ലോകപരമായ ശക്തിയിൽ കർത്താവിന് പ്രസാദവുമില്ല. അപ്പോൾ കർത്താവിന് പ്രസാദമുണ്ടാകുന്ന വിധത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ബലപ്രയോഗത്തിലൂടെ കർത്താവിന് പ്രസാദമുണ്ടാകുന്ന വിധത്തിൽ മനസ്സുകൊണ്ടൊന്ന് താഴാൻ, ഇതെനിക്ക് കർത്താവ് തന്ന ദാനമാണെന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ആ ബലപ്രയോഗത്തിൽ നമ്മൾ ജയിക്കുക. പ്രിയമുള്ളവരെ, 2 കൊരിന്ത്യർ 12:10 അവസാന ഭാഗന പറയുന്നു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാണ്. കാരണം എന്താ? കർത്താവിൻ്റെ കാഴ്ചയിൽ ഈ ലോകം ബലഹീനതയോടെ എന്നെ കാണുന്നെന്ന് മനസ്സിലാക്കി. അപ്പോൾ ലോകം ബലഹീനതയിൽ കാണുന്ന എന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ ശക്തനായിട്ട് കാണുകയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ശക്തനാകുകയാണ്, എനിക്കതുകൊണ്ട് ബലം കിട്ടുകയാണ്. കാരണം ഞാൻ ബലം പ്രാപിച്ചേക്കുന്ന കർത്താവിൽ നിന്ന്. ആ കർത്താവിൽ നിന്ന് ബലം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ കണ്ടതായ ആദ്യ സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്കൊരു സാഹചര്യം ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ ഓർക്കുക, ബലപ്രയോഗത്തിന് പരിശീലനം വേണം. ഒരു ബലപ്രയോഗത്തിലൂടെ വേണം ആ പരിശീലനം നേടുവാനായിട്ട്. പരിശീലനമില്ലാതെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടാൽ അത് പരാജയപ്പെടും, നമുക്കറിയാം. അല്ലെങ്കിൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ബലമുള്ള കർത്താവിൽ ശരണപ്പെട്ടുകൊള്ളണം. ബലമുള്ള കർത്താവിൽ ശരണപ്പെടാതെ അവൻ്റെ കൃപയ്ക്ക് താണിരിക്കാതെ ദുഷ്ടനോട് അടരാടാൻ പോയാൽ അവൻ നമ്മെ അടിച്ചു മലർത്തിക്കളയും. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, ദൈവവചനത്തിലെ കേൾവിയിലൂടെ, സുവിശേഷത്തിൻ്റെ കേൾവിയിലൂടെ, ധ്യാന അനുഭവങ്ങളിലൂടെ കർത്താവിൽ നിന്ന് ശക്തി പ്രാപിക്കാൻ നമുക്ക് പറ്റണം. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 144:1 ഇപ്രകാരം പറയുന്നു, യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അവൻ അഭ്യസിപ്പിക്കുന്നുവെന്ന്. യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അവൻ അഭ്യസിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും കർത്താവ് നമ്മെ വിളിക്കുന്നത് ഈ അഭ്യസനം തരുവാനാ. ഒരു വചന കേൾവിക്ക് കർത്താവ് നമ്മെ വിളിക്കുന്നത് ഒരു അഭ്യസനം തരുവാനാ. ഇന്നത്തെ ദിവസം നിങ്ങളെ കർത്താവ് ചേർത്ത് ഈ ടിവിയുടെ മുമ്പിൽ ഇരുത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകേണ്ടതിന്, ദുഷ്ടനെ ജയിപ്പാൻ തക്കവണ്ണം ഒരു അഭ്യസനം തരുവാനാ. അതിൽ ഇന്നത്തെ ദിവസം കർത്താവ് നമുക്ക് തരുന്ന ബോധ്യമാണ്, ലോകത്തിൻ്റെ ബലത്തിലല്ല ആശ്രയിക്കേണ്ടത്, കർത്താവിൻ്റെ ബലത്തിൽ ആശ്രയിപ്പിൻ എന്നുള്ള അഭ്യസനമാണ് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് എന്നുള്ള പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് എൻ്റെ കരങ്ങൾക്ക് ബലം കിട്ടുവാൻ, എൻ്റെ വിരലുകൾക്ക് ശക്തി കിട്ടുവാൻ പ്രിയമുള്ളവരെ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ വചനത്തിൽ നിന്ന് കർത്താവെ പ്രിയമുള്ളവരെ ശക്തി ആർജിക്കുവാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ യാത്രയിലേക്ക് ഒരു പാഥേയമായി തീരേണ്ടതിന് അവൻ്റെ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ ഓർക്കുക, ഞാൻ ആദ്യം പറഞ്ഞു, ബലപ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളുടെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോക അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടുമാണ്. ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനകൾ ഈ ലോകത്തിൽ പാപത്തിലേക്ക് കൊണ്ടുപോകുവാൻ വ്യഗ്രത കൂട്ടുന്ന ദുഷ്ടൻ്റെ പ്രവർത്തനങ്ങൾ, ഒത്തിരി പേരെ ചാച്ചു ചേർത്ത് നിർത്തി പാപം
ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദുഷ്ടൻ്റെ കുടില തന്ത്രങ്ങളെ തോൽപ്പിക്കുവാനാകണം പ്രിയമുള്ളവരെ നമ്മുടെ വചന കേൾവിയും വചന പഠനവും ധ്യാനവും വിശുദ്ധ കുർബാനയും കുർബാന അനുഭവവും അതിനാകണം. കാരണം നിത്യമായി നമ്മിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും കർത്തൃസന്നിധിയിൽ ചെല്ലണം, എല്ലാവരും അവൻ ഒരുക്കുന്ന ഭവനത്തിൽ ചെല്ലണം, അവനോട് കൂടെ യുഗയുഗങ്ങളായി പാർക്കേണ്ടതിന് ആഗ്രഹത്തോടെയാണ് കർത്താവ് ഈ കാര്യങ്ങൾ ഭവനം അവിടെ ഒരുക്കുകയും ഇവിടെ നമുക്ക് അഭ്യസനം തരികയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ഈ അഭ്യസനത്തിലൂടെ ഈ യുദ്ധം ജയിക്കേണ്ടതിന് നമുക്ക് ബലം വേണം, മാത്രമല്ല ആയുധം കൂടെ വേണം എന്ന് മനസ്സിലാക്കുക. ആയുധം നമുക്ക് വേണം. എന്താണ് അതിനുള്ള ആയുധം? യോവേൽ പ്രവാചന പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ അവിടെ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായി മടിപ്പീൻ, ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ എന്ന്. എന്താ പറയുന്നത്? നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായിട്ട് മാറ്റണം. നീ കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, നീ വേല ചെയ്യുന്ന സ്ഥലത്ത്, പ്രിയമുള്ളവരെ, നീ ആ കൃഷിയിടത്തെ പണിക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നിലം ഉഴുതുമറിക്കുന്ന ആ കൊഴുവിനെ എന്താക്കണം? വാളായിട്ട് മാറ്റണമെന്ന് യോവേൽ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, എന്താണ് വാള്? വാളെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനമാണ് ആ വാളെന്ന് പറയുന്നത്. ആ വാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഇരുവായ്ത്തലയുള്ളതാണ്. എവിടേക്ക് വീശി വെട്ടിയാലും അത് മുറിവ് പറ്റും. അതുകൊണ്ട് കൊഴുക്കൾ വാളുകളാൽ ആക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വഴികളിൽ നിന്ന് വചനമാകുന്ന ആ വാളെടുത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും പറയുന്നു, വാക്കത്തികളെ, കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന വെട്ടി നിരത്തുന്ന ചപ്പുചെറു വെട്ടി മിനുക്കുന്ന വാക്കത്തികളെ കുന്തങ്ങളായി അടിപ്പീൻ എന്ന് പറയുന്നത്. കുന്തങ്ങളായി അടിപ്പീൻ, ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ആ വീരത്വം പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഫെലിസ്തീമല്ല ഗോല്യാത്ത് എന്ന് പറയുന്ന പർവ്വതാകാരനായിരിക്കുന്നവൻ പ്രിയമുള്ളവരെ യുദ്ധത്തിൻ്റെ മുഖത്തു നിന്നുകൊണ്ട് ദൈവജനത്തെ അധിക്ഷേപിച്ച് പറയുമ്പോൾ കുറവുള്ളവൻ, ബലം കുറഞ്ഞവൻ, ബാലനായവൻ അവൻ്റെ മുന്നിൽ ചെന്നിട്ട് ദൈവത്തിൽ നിന്ന് ബലം പ്രാപിച്ചിട്ട്, ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചിട്ട് പോക്കറ്റിൽ കിടന്ന, സഞ്ചിയിൽ കിടന്ന ഒരു കല്ലെടുത്ത് ഒരു കവണയിൽ വെച്ച് ചുഴറ്റി എറിയുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ ഈ ലോകത്തിൻ്റെ ബലവാൻ നിലംപതിക്കുകയായിരുന്നു. ഈ ലോകത്തിൻ്റെ ബലവാൻ നിലംപതിക്കുകയായിരുന്നു. എന്നാലോ ആ ചെറിയവനിലൂടെ വലിയ കാര്യം കർത്താവ് ചെയ്തെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ ഓർക്കുക, അതുകൊണ്ട് എഫേസ്യ ലേഖനം 6:17 നമ്മളൊന്ന് വായിച്ചു നോക്കുക. രക്ഷയെന്ന ശിരസ്ത്രം ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ഈ ആത്മാവിൻ്റെ വാള് നമ്മിൽ ഉണ്ടാകണം. ഈ ആത്മാവിൽ ഈ വാള, ഈ വചനം കത്തിജ്വലിക്കണം. ആ കത്തിജ്വലിക്കുന്ന വചനത്തിലൂടെ ആ പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ പരാജയപ്പെടുത്തുവാനായിട്ട് പിശാച് കടന്നു ചെല്ലുമ്പോൾ പ്രയോഗിച്ചത് ദൈവത്തിൻ്റെ വചനം തന്നെയായിരുന്നുവെന്ന് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ കർത്താവ് അതേ പിശാചിനെ പരാജയപ്പെടുത്തി വിടുന്നതും അതേ വചനം എടുത്തുകൊണ്ട് തന്നെയാണെന്ന് പ്രിയമുള്ളവരെ ചിന്തിച്ചു കൊള്ളുക. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ ഓർക്കുക, ബലവാനായിരിക്കുന്നവൻ കർത്താവിൽ നിന്ന് ബലം പ്രാപിക്കുവാൻ സാധിക്കട്ടെ. കർത്താവിൽ നിന്ന് ബലം സ്വീകരിപ്പാൻ സാധിക്കട്ടെ. തന്നിൽ ഏതെങ്കിലും ബലം ഉടയതമ്പുരാൻ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മഹത്വം കൊണ്ട്, എൻ്റെ ബലം കൊണ്ടാണെന്ന് പറയാതിരിക്കട്ടെ. അത് കർത്താവിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവൻ്റെ ദാനമെന്ന ഹൃദയം കൊണ്ട് പറയുവാൻ സാധിക്കട്ടെ. പ്രിയമുള്ളവരെ ഓർക്കുക, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടതാണ് കൊഴുക്കൾ വാളുകളായിട്ട് മാറ്റണമെന്നും വാക്കത്തി കുന്തമായിട്ട് മാറ്റണമെന്നും. പ്രിയമുള്ളവരെ ഓർക്കുക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2:4 ആ വാക്യം, അവരെ കർത്താവ് മടക്കി വരുത്തും, അവരുടെ വാൾ കൊഴുവും കുന്തം വാക്കത്തിയും ആയി അടിച്ചു രൂപാന്തരപ്പെടുത്തും. എന്താ പറയുന്നത്? അവരെ ജീവിതത്തിൽ വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, കർത്താവ് വിജയത്തിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ, വചനത്തിലൂടെ വിജയം പ്രാപിച്ചു കഴിയുമ്പോൾ വീണ്ടും യെശയ്യാ പ്രവാചകനോട് പറയുന്നു, ഇവിടെ അവരുടെ വാള കൊഴുവായിട്ട് തിരിച്ചു രൂപാന്തരപ്പെടുത്തുന്നു. വെച്ചാൽ പിന്നെ സന്തോഷാനുഭവത്തിലേക്ക്, നമ്മൾ ശത്രുവിനെ പരാജയപ്പെടുത്തി പിന്നെ സ്വാഭാവികമായ ജീവിതാനുഭവത്തിലേക്ക് നമ്മെ കർത്താവ് മാറ്റും.
കുന്തം വാക്കത്തിയുമായി അടിച്ച് രൂപാന്തരപ്പെടുത്തും എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2:4 രേഖപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ ഓർക്കുക, ബലം കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, ആ ബലം എനിക്ക് എൻ്റെ കർത്താവെ തരുവാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുക. മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ കിടക്കുന്നവന് അതിൽ നിന്ന് വിട്ടുപോരണമെങ്കിൽ ഒരു ബലപ്രയോഗം വേണം. കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്നവർ ആ ശീലത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒരു ബലപ്രയോഗം വേണം. ആ ബലപ്രയോഗത്തിൽ ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോട് പറ്റുമാനമുള്ളവരാകണം, ദൈവത്തിൻ്റെ ആരാധനയോട് പറ്റുമാനമുള്ളവരാകണം, കുർബാനയുടെ സന്നിധിയിൽ അത് തലകുനിച്ച് നിൽക്കുന്ന ഒരു അനുഭവമുള്ളവരാകണം, കർത്താവിനെ മഹത്വപ്പെടുന്ന ശീലമുള്ളവരാകണം. പ്രിയമുള്ളവരെ ഓർക്കുക, ഇതെല്ലാം കർത്താവ് നമുക്ക് ലോകത്തിൻ്റെ ബലവാനെ പരാജയപ്പെടുത്താൻ തരുന്ന അനുഗ്രഹീത ദാനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദാനങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ദുഷ്ടനെ പരാജയപ്പെടുത്തി കർത്താവ് ഒരുക്കുന്ന നിത്യരാജ്യത്തിൻ്റെ അനുഭവത്തിൽ പ്രവേശിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സമർത്ഥമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.